ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസ്റ്റുകളുടെ ടെക്സ്റ്റിംഗ് ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒക്കെ ഇവർ മെസ്സേജ് അയക്കുന്ന രീതികൾ, അവരുടെ വിയേർഡായിട്ടുള്ള പാറ്റേണുകൾ, ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മൾ ആദ്യമേ റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇത് സ്പോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇവരെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പാറ്റേൺസ് കണ്ടെത്തുന്നത് വഴി എങ്ങനെ നമുക്ക് ഇതൊരു നാർസിസിസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇത്തരത്തിലുള്ള ടെക്സ്റ്റിംഗ് ഹാബിറ്റ്സ് കാണിക്കുന്നത്, ഇത്തരത്തിൽ നമ്മളോട് സംവദിക്കുന്നത്, അതിൻ്റെ മോട്ടീവ് എന്താണ്, അതിന് പിറകിലുള്ള കാരണം എന്താണ് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയും ഒരു നാർസിസിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഫണ്ടമെന്റലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധാരണ വ്യക്തി, ഒരു നോർമൽ പേഴ്സൺ, ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളോട് ജെനുവിൻ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും അത് ഹെൽത്തി ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വരാനും വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ഒരു നാർസിസ്റ്റ് നിങ്ങളെ മാനേജ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അതിലൂടെ അവർക്ക് നാർസിസ്റ്റിക് സപ്ലൈ ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ. ഒന്നാമത്തെ ടെക്സ്റ്റിംഗ് ഹാബിറ്റിനെ നമ്മൾ വിളിക്കുന്നത് ദ ഡിജിറ്റൽ റോളർ കോസ്റ്റർ എന്നാണ്. ഇത് നമ്മൾ ഹോട്ട് ആൻഡ് കോൾഡ് മെത്തേഡ് എന്നൊക്കെ പറയുന്ന പോലെ, നമ്മൾ ഇവരുടെ ടാക്ടിക്ക് പറയുന്ന പോലെ തന്നെയാണ്. ഇത് അതിൻ്റെ ഒരു ഡിജിറ്റൽ ഫോം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ നമ്മൾ നാർസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ഐഡിയലൈസിങ് ആൻഡ് ഡിവാലുവിങ് സ്റ്റേജ് പറയുന്ന പോലെ ഇതെങ്ങനെയാണ് കാണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് തന്നെ ഒരു ഫയർ ഹൗസ് ഓഫ് അഫെക്ഷൻ തന്നുകൊണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് ഒരു കോംപ്ലിമെന്റ് തന്നുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളെന്നും വളരെ അട്രാക്റ്റീവ് ആണ് നിങ്ങളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇവർ ലവ് ബോംബിംഗ് സ്റ്റേജിൽ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് അയക്കുക, ഗുഡ് നൈറ്റ് അയക്കുക, നല്ല റൊമാൻറ്റിക് സോങ്സ് എപ്പോഴും നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നിങ്ങളെ കോംപ്ലിമെന്റുകൾ കൊണ്ട് മൂടുക, നിങ്ങളെ പൊക്കി പറയുക, എപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ, ഇതൊക്കെ ഈ ലവ് ബോംബിംഗ് സ്റ്റേജിൽ ഇവർ നിങ്ങളോട് കാണിക്കുമ്പോൾ, നിങ്ങൾക്ക് തരുമ്പോൾ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളൊരു യൂണിവേഴ്സ്, സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുണ്ടാവും. ഐ ഹാവ് സീൻ, ലൈക്ക് എന്നെ ഇത്രയും ഒരാൾ സ്നേഹിക്കുന്നു, എന്നെ ഇത്രയും ഇമ്പോർട്ടൻസ് ഒരാൾ തരുന്നു, എനിക്ക് ഇത്രയും കെയർ ഒരാൾ തരുന്നു എന്നൊക്കെയുള്ള ഫീലിംഗ് നിങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഓൾ ഓഫ് എ സഡൻ അവർ സൈലൻ്റ് ആവും. ഇവിടെയാണ് ഇവരുടെ ഈ ഒരു നമ്മുടെ സൈക്കോ സ്വഭാവം എന്നൊക്കെ പറയുന്ന പോലെ നാർസിസ്റ്റിന്റെ ആ ഒരു ടാക്ടിക് ഇരിക്കുന്നത്. ഇവർ പെട്ടെന്ന് അങ്ങ് സൈലന്റ് ആവും. ഒരു ദിവസം, അല്ലെങ്കിൽ 2-3 ദിവസം നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു റിപ്ലൈയും കിട്ടില്ല. നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് അവർ സീനാക്കിയിട്ടുണ്ടാവും. അപ്പോൾ സീനാക്കിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അറിയുന്നു എന്നുള്ള ബോധപൂർവം നിങ്ങളെ ആ രീതിയിലാക്കിക്കൊണ്ട് തന്നെ, ആ ഒരു അവസ്ഥയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവർ റിപ്ലൈ തരില്ല നിങ്ങൾക്ക്. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വളരെ ആങ്ഷ്യസ് ആയിട്ട്, ടെൻസ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന്, എന്താണെന്ന് അറിയില്ല, ഒരു പിടിയില്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വന്നിട്ട് ഹലോ, ഹായ്, എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നിങ്ങൾക്ക് വീണ്ടും മെസ്സേജ് ചെയ്ത് തുടങ്ങുക. എന്തിനാണ് ഇവർ ചെയ്യുന്നത്? ഇവരിത് വളരെ പർപ്പസ്ഫുള്ളി ഈ ഒരു പാറ്റേൺ നിങ്ങളിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു ആങ്സൈറ്റി റിലീഫ് എന്ന് പറയുന്ന ഒരു അഡിക്റ്റീവ് സൈക്കിൾ ഇവരുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇത്ര ആങ്ഷ്യസ് ആയിരിക്കും, കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇവരെന്താണ്, പോയോ, മെസ്സേജ് കണ്ടിട്ടുണ്ട് പക്ഷെ റിപ്ലൈ ചെയ്യുന്നില്ല, എന്തായിരിക്കും സംഭവം എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ ആങ്ഷ്യസ് ആയി, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട്, ടെൻസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ഇവരുടെ പ്രസൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർ മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ റിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് റിലാക്സ്ഡ് ആവും. കുറേ ദിവസത്തെ നിങ്ങളുടെ ആങ്സൈറ്റി പെട്ടെന്ന് നിങ്ങൾ അങ്ങ് കാമായിട്ട് നിങ്ങൾക്കൊരു ശാന്തത അവിടെ കിട്ടും. ഇവിടെ അവരുടെ സൈലൻസിൽ അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് അവരുടെ അറ്റൻഷൻ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ്. എന്തിനും ഏതിനും അവരുടെ അപ്രൂവൽ എടുത്ത ശേഷമേ എന്തും ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തും പെരുമാറാവുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ്, ഒരു പെറ്റിനെ ട്രെയിൻ ചെയ്യുന്ന പോലെ അവരവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഇവരുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് മോണോലോഗ് എന്ന് പറയും, കോൺവെർസേഷണൽ നാർസിസം. ഈ മോണോലോഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ ഒരു കോൺവെർസേഷനിലാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പതുക്കെ റിയലൈസ് ചെയ്യുകയാണ്, നിങ്ങൾ അവിടെ ഒരു ഓഡിയൻസ് മാത്രമാണ്, അവരാണ് അവിടെ സംസാരിക്കുന്നത്. ഇതെങ്ങനെയാണ് കാണപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുമായിട്ട് കോൺവെർസേഷനിൽ എപ്പോഴും ഇവര് ഐ, മീ, മൈസെൽഫ് എന്നുള്ള സാധനമായിരിക്കും എപ്പോഴും പറയുന്നത്. അവരെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ,
അവരുടെ സക്സസ് സ്റ്റോറീസ്, അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇതെല്ലാം അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ എന്തെങ്കിലും നിങ്ങളുടെ ഡേ എങ്ങനെയായിരുന്നെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നോ ഒരിക്കലും അവർ ചോദിക്കുകയില്ല. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ ആ ചോദ്യം അവരിലേക്ക് അതിന്റെ ഉത്തരം അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അവരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പേരിന് വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമായിരിക്കും എന്തെങ്കിലും കാര്യം നിങ്ങളോട് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത്. ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇവരോട് പറയുകയാണ് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വളരെ മോശം ദിവസമായിരുന്നു എന്ന് നിങ്ങൾ പറയുകയാണ്. നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ അവരുടെ റിപ്ലൈ എന്ന് പറയുന്നത് മോശം, എനിക്ക് മനസ്സിലാവും ഈ മോശം ദിവസം എന്ന് പറയുന്നത്. ഈ മോശം ദിവസങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് എന്തല്ല ഈ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു ഞാൻ ഈ എല്ലാ അച്ചീവ്മെന്റും ചെയ്യുന്നു, ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഞാൻ എല്ലാം കൊടുത്തിട്ട് എൻ്റെ ബോസ് എന്നെ ചോദ്യം ചെയ്യുന്നു. ഞാൻ മിണ്ടാതിരിക്കുമോ? ഞാൻ ചാടി ഇറങ്ങി എന്താണ് നീ അതും പറയുന്നത്, ഞാനല്ലേ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഷൗട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ട് തുടങ്ങും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം. അവരത് എൻ്റയർ സിറ്റുവേഷൻ അവരിലേക്ക് കൊണ്ടുവന്ന് അവരവരുടെ പ്രശ്നങ്ങളും അവരുടെ അഭിപ്രായങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് തന്നെയായിരിക്കും എപ്പോഴും നിങ്ങളൊരു കോൺവെർസേഷൻ ഇവരുമായിട്ട് നടത്തുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങളുടെ ഫീലിങ്സോ നിങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നും ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് ഇവരിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം, ഇവർക്ക് എമ്പതി ഇല്ലാത്തതുകൊണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവരുടെ ലാക്ക് ഓഫ് എമ്പതിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കാര്യം വരുന്നത്. അവരുടെ ഗ്രാൻഡ്യൂസിറ്റി അവരിലേക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്ന, അവർക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കുന്ന ഒരു മിറർ മാത്രമാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ. മൂന്നാമത്തെ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് എൻറ്റൈറ്റിൽമെന്റ് ടെസ്റ്റ് എന്ന് പറയും. നിങ്ങളിൽ നിന്നും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിപ്ലൈസ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ടെൻഡൻസി. നിങ്ങൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയി കൊടുത്തുകൊണ്ടിരിക്കണം. അവരെപ്പോഴും അവൈലബിൾ ആവണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവണം. എപ്പോഴും നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കാണപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവരുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ റിപ്ലൈ അയച്ചില്ലെങ്കിൽ ഇവരുടെ ആ ഒരു ആങ്ഷ്യസ്നെസ്, ഇവരുടെ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എപ്പോഴും നിങ്ങൾ ചോദിക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, 2-3 ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ ഒരു ഇമോജി, ആങ്കർ ഇമോജി, അല്ലെങ്കിൽ എന്താ എവിടെ പോയി, എവിടെ ഇല്ലേ, ഇങ്ങനെയുള്ള മെസ്സേജുകൾ. പിന്നെ ഇപ്പൊ ഭയങ്കര തിരക്കിലാണല്ലോ, നമ്മളൊന്നും വേണ്ടല്ലോ, വലിയ തിരക്കിലായിരിക്കും, ഇപ്പോൾ നടക്കട്ടെ. അവർക്ക് അവൈലബിൾ ആയി ഇരിക്കുക എന്നുള്ളതിനപ്പുറം നിങ്ങൾക്ക് വേറൊരു ലൈഫ് ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവുന്നത് അവരെ ഇറിറ്റേറ്റ് ചെയ്യിക്കും, അവരെ ആങ്ഷ്യസ് ആക്കും. ഈ നാർസിസിന് നിങ്ങളുടെ അറ്റൻഷൻ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എപ്പോഴും ഇവർക്ക് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് ഇവർ ആങ്ഷ്യസ് ആവുന്നതും ഇങ്ങനെ നിരന്തരം തിരിച്ച് നിങ്ങളെ കോൺവെർസേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോരോ ബെയിറ്റിംഗ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു ലാക്ക് ഓഫ് ഒബ്ജക്റ്റ് കോൺസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കുണ്ട്. അതായത് സാധാരണ ഒരു മനുഷ്യന്, ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ നോർമൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുമ്പോൾ നമ്മൾ ഇന്നൊരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ആയിട്ടുള്ള മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലുള്ള മറ്റേ ആൾ ഓക്കെ ആയിരിക്കും, അവർക്കൊരു പ്രശ്നം കാണില്ല. അവർക്കറിയാം അവർക്ക് ഇന്നൊരു കാര്യത്തിന് വേണ്ടി അവൾ പോയിരിക്കുകയാണ്, അവൾ മടങ്ങി വരും, അല്ലെങ്കിൽ അവൻ ഇന്നൊരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ വരും എന്നുള്ളത്. പക്ഷെ ഇതൊരു നാർസിസിന് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നാലാമത്തെ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ നോൺസെൻസ് സ്പീച്ച് എന്ന് പറയും. ഈ അക്കൗണ്ടബിലിറ്റി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന അടവുകൾ. ഇതെപ്പോഴാണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത്, ഉത്തരവാദിത്തം എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല എന്നുള്ള രീതിയിൽ അവർ ചോദ്യം ചെയ്യുമ്പോൾ അവരെടുക്കുന്ന മാസ്റ്റർ പീസ് പെർഫോമൻസ് ആണ്. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ കാണുന്നത് ഒരു മാസ്റ്റർ പീസ് മാനിപ്പുലേറ്റീവ് പെർഫോമൻസ് ആയിരിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാലിഡ് ആയിട്ടുള്ള കാരണം ഉണ്ടായിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയൊന്നും ചെയ്യാത്തതെന്ന് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന മറുപടി ഒരിക്കലും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിരിക്കില്ല. നിങ്ങളെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്ന, ഈ എല്ലാം നിങ്ങളുടെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്ന, വിക്ടിം പ്ലേ കളിക്കുന്ന, എല്ലാതും ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്തരവായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സിനിമ കാണാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് പോകാനായിട്ട് നിങ്ങളുടെ അടുത്ത് ഇത്ര മണിക്ക് വരാൻ പറഞ്ഞവർ, നിങ്ങൾ ആ സമയത്ത് അവിടെ നിൽക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഇയാൾ അവിടെ വരുന്നില്ല. അപ്പം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്നും ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാഫ് ഡേ ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടോ ആയിരിക്കും നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കും നിങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ വളരെയധികം ആങ്ഷ്യസ് ആവുന്നു, കൺഫ്യൂസ്ഡ് ആവുന്നു, ഇവരെന്താണ് വരാത്തത്, എന്താണ് കാണാത്തതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ഇത്രയും സമയമായില്ല, എന്താ വരാത്തത്, നിങ്ങൾ ഓക്കെ ആണോ എന്ന് നിങ്ങൾ പൊളൈറ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾ വളരെ സൗമ്യമായിട്ട് പോലും നിങ്ങളത് ചോദിച്ചാൽ തന്നെ അവർക്ക് ദേഷ്യം വരും, അവരെ പൊട്ടിത്തെറിക്കും. അവർ ലൈക്ക് നിങ്ങളോട് റിയാക്ട് ചെയ്യുന്ന രീതി, നീ എപ്പോഴും എന്നിൽ നിന്ന് ഇങ്ങനെയാണ്, ഞാൻ പെർഫെക്റ്റ് ആവണമെന്നാണ് നീ എക്സ്പെക്ട് ചെയ്യുന്നത്, എൻ്റെ പ്രഷർ എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല, എനിക്ക് എന്തോരം പ്രഷർ ഞാൻ അനുഭവിക്കുന്നറിയോ,
ഞാൻ ഇത്രയും പ്രഷർ നിങ്ങൾ അതിലപ്പുറം പ്രഷർ അനുഭവിച്ചിട്ടായിരിക്കും നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങളുടെ ഇത് കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്തുകൊണ്ട് അവർക്ക് എന്തോ വലിയ ത്യാഗം ചെയ്യുന്ന പോലെ, അവരെന്തോ വലിയ ത്യാഗം ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വരുമ്പോൾ നീ ഇത്രയും ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും മണിക്കൂർ ഞാൻ വൈകിയതിന്റെ പേരിൽ നീ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു, എന്താണ് നിനക്ക് ഇങ്ങനെ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്, നീ ഇങ്ങനെ ഒരു പേഴ്സൺ ആയി പോയത് നീ ഇങ്ങനെ എന്നുള്ള രീതിയിലായിരിക്കും ഇവർ നിങ്ങളോട് മറുപടി പറയുകയും നിങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. എപ്പോഴും അവിടെ പ്രത്യേകം നോട്ടീസ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അവർ തന്നിട്ടില്ല എന്നുള്ളതാണ്. അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്? ഇവര് നിങ്ങളെ ഈ സമയത്ത് ഗ്യാസ് ലൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളാണ് അവിടെ അൺറീസണബിൾ ആയിട്ട് ചെയ്തതെന്നും അവരോട് പെരുമാറിയതെന്നും നിങ്ങളാണ് എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുകയാണ് ഈ പ്രവൃത്തിയിലൂടെ അവർ ചെയ്യുന്നത്. ഈ പുകമറ എപ്പോഴും ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കാരണം അവർക്ക് ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യുന്ന മിസ്റ്റേക്കുകളിൽ എടുക്കാൻ ഒരിക്കലും അവർക്ക് താല്പര്യമില്ല. അവരത് ചെയ്യുകയില്ല. ഒരു അബ്യൂസിനും ഒരു മിസ്റ്റേക്കിനും അവർ ഉത്തരവാദിത്തം എന്ന് പറയുന്ന സാധനം അവരെടുക്കില്ല. പിന്നെ അഞ്ചാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് പബ്ലിക്കിൽ ഇവർ കാണിക്കുന്ന പെർഫോമൻസ് ആണ്, സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ. ഈ ഒരു നാർസിസിസ്റ്റിന്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ കുത്തിക്കുറിക്കാനുള്ള അല്ലെങ്കിൽ കുത്തിക്കുറിച്ചിടുന്ന ഒരു പേജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമല്ല സാധാരണ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന പോലെ. അതെന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് സ്റ്റേജ് ആണ്. ഇത് നല്ല ഇതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഈ നാർസിസ്റ്റുകളുടെ പേജസ് നോക്കിയാൽ മതി. അവരെ പറ്റി തന്നെ ഇങ്ങനെ പൊലിപ്പിച്ച് എഴുതുന്ന സ്റ്റോറീസും അവരുടെ പോസ്റ്റുകളും എല്ലാം ആ രീതിയിലുള്ളതായിരിക്കും. അത് പ്രകടമായിട്ട് തന്നെ നമുക്ക് ഇവരുടെ പോസ്റ്റുകളൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു സ്റ്റേജിൽ റിലേഷൻഷിപ്പിൽ ഈ ലവ് ബോംബിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവർ നിങ്ങളെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ അനുവാദം കൂടാതെ വിത്തിൻ നിങ്ങളെ പരിചയപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റോറി ഇടുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള സ്റ്റോറി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റസ് എടുത്തിട്ടിട്ട് ഐ ഫൗണ്ട് മൈ സോൾമേറ്റ്, എൻ്റെ സോൾമേറ്റിനെ ഞാൻ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റോറിയൊക്കെ ഇടുന്നു. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നും. നിങ്ങൾ എന്താ ഇങ്ങനെ, നമ്മൾ പരിചയപ്പെട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് എന്താ ഇങ്ങനെ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ തോന്നൽ, ആ ഒരു വിയേർഡ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും ആ സമയത്ത്. ലവ് ബോംബിംഗ് ആയതുകൊണ്ട് നിങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അവർ എക്സാക്ട്ലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ബാക്കി അവരുടെ ഫോളോവേഴ്സിനെയൊക്കെ അവർ കാണിക്കുകയാണ്, ഞാൻ കണ്ടോ എൻ്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ജീവിതം, എൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നിങ്ങൾ കാണൂ, പുതിയൊരു സോൾമേറ്റിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഇവരുടെ എക്സിനെ ഒരു ട്രയാങ്കുലേറ്റ് ചെയ്യാനും ഇവർ ഈ കാര്യം ഉപയോഗിക്കും. കാരണം അവരെ ജലസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എക്സിൽ ജലസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസത്തിനകം ഞാൻ പുതിയ സപ്ലൈയെ കണ്ടുപിടിച്ചിരിക്കുന്നത്, അത് എൻ്റെ പുതിയ സപ്ലൈയെ നോക്കൂ. ഒരു നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇമേജ് ആണ് എല്ലാം. അപ്പോൾ ഈ ഇമേജ് പൊലിപ്പിച്ച് കാണിക്കാൻ ഏറ്റവും പറ്റുന്ന ഒരു സാധനമാണ് അയാളുടെ സോഷ്യൽ മീഡിയ പേജ് എന്ന് പറയുന്നത്. അവരുടെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹൈലി ഡിസൈറബിൾ ആയിട്ടുള്ള എൻ്റെ ജീവിതം നോക്കൂ, എൻ്റെ സക്സസ് നോക്കൂ, എൻ്റെ ലൈഫ് പാർട്ണർ നോക്കൂ, പുതിയ ലൈഫ് പാർട്ണർ, ഇത്രയും സുന്ദരിയായിട്ടുള്ള ലൈഫ് പാർട്ണറൊക്കെ എനിക്കിങ്ങനെ ചുമ്മാ എന്നെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്ത് എൻ്റെ ലൈഫിലേക്ക് വരികയാണ്, അത്രത്തോളം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഞാൻ എന്ന് പിന്നെയും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് സ്റ്റേജ് ആണ് ഇവരുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നാർസിസ്റ്റുകളെ ഇപ്പം തന്നെ അവർക്ക് മെസ്സേജ് ചെയ്ത് എടാ നീ നാർസിസ്റ്റ് അല്ലേ, ഈ വീഡിയോ നോക്കുക എന്ന് പറഞ്ഞ് ഈ വീഡിയോ ലിങ്ക് എടുത്ത് അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഓരോ തവണ അത് ചെയ്യുമ്പോൾ നീ ഇപ്പോൾ ഗ്യാസ് ലൈറ്റിംഗ് അല്ലേ ചെയ്തത്, നീ ഇപ്പോൾ ഇതല്ലേ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള നാർസിസ്റ്റ് ആരായാലും അവരെ അത്തരത്തിൽ കോൾ ഔട്ട് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഇന്ന് പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ പാറ്റേൺസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒബ്സർവിങ് സ്കില്ല് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ചാമിങ് ആയിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾ വീണു പോകാതിരിക്കുക. അതിൽ നിന്നും അറ്റൻഷൻ മാറ്റിയിട്ട് ഇവർ പറയുന്നത് എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുവരിക. നിങ്ങൾ ആങ്ഷ്യസ് ആവുന്നുണ്ടോ ഇവരോടായിട്ട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടോ, നിങ്ങളുടെ കോൺഫിഡൻസിന് കോട്ടം തട്ടുന്നുണ്ടോ? നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, നിങ്ങളുടെ വാട്സപ്പ് എന്ന് പറയുന്നത് കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ആയിരിക്കണം. അത് നിങ്ങൾക്ക് ആങ്സൈറ്റി തരാനുള്ള ഒരു വസ്തു ആവരുത്. അവിടെ റിലേഷൻഷിപ്പുകൾ, അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റിലേഷൻഷിപ്പുകൾ നമ്മുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള നാർസിസ്റ്റുകളുടെ കയ്യിൽ പെട്ടിട്ട് നമ്മൾ വീണ്ടും ലൂപ്പുകളിലേക്ക് പോകാനും വീണ്ടും ഇവരുടെ ഇരയായി മാറി ഒരു സ്ലേവായി ജീവിതം മുമ്പോട്ട് പോകാനും വേണ്ടിയിട്ടല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, കണക്റ്റഡ് ആയിരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള റെഡ് ഫ്ലാഗ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിന്
തീർച്ചയായിട്ടും മനസ്സിലാവും ആദ്യമേ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ആ ഗട്ട് ഫീലിംഗിൽ അത് തോന്നുമ്പോൾ നിങ്ങളെ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിക്കുക. യെസ്, ഇത് റെഡ് ഫ്ലാഗ്സ് ആണ്, ഇത് ഞാൻ മാറി നടക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് ആദ്യമേ തന്നെ സ്പോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നാർസിസിസ്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു ടെക്സ്റ്റിംഗ് പാറ്റേൺസ്, ഇവരുടെ ഹാബിറ്റ്സ് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂസിംഗ് ബിഹേവിയേഴ്സ് ഒക്കെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദയവേത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്ന കാര്യം കൂടി പരിഗണിക്കുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയിപ്പം കുറേയധികം വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പലതും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഷൂട്ട് ചെയ്യുക, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.